നമസ്കാരം. മുമ്പെങ്ങും ഉണ്ടാകാത്ത വിധമുള്ള തിരഞ്ഞെടുപ്പ് തിരച്ചിലുകൾക്കു കാരണം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തന്നെയെന്ന് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തി കഴിഞ്ഞു. മറിച്ചുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ കണ്ടെത്തൽ തെറ്റാണെന്നും സെക്രട്ടേറിയറ്റ് അഭിപ്രായപ്പെട്ടു. സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ ജില്ലാ കമ്മിറ്റി അംഗം A. പത്മകുമാറിനെ പാർട്ടി ചുമക്കുന്നത് എന്തിനാണ്? നടപടി വെച്ചു താമസിപ്പിക്കും തോറും മറുപടി പറഞ്ഞു മടുക്കുമെന്നും അംഗങ്ങൾ വിമർശിച്ചു കഴിഞ്ഞു. N. വാസുവിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയത് ശരിയായില്ല എന്നും ചിലർ പറഞ്ഞു. ശബരിമല പാരഡി ഗാന വിവാദത്തിൽ പരാതി നൽകുന്നതിലും CPM-ന്റേത് അസാധാരണ നീക്കമാണ്. കളക്ടർക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി കൊടുക്കാൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചെങ്കിലും അത് നൽകുക പാർട്ടി ജില്ലാ നേതൃത്വമാകില്ല. പന്തളം ഏരിയ കമ്മിറ്റി അംഗം പ്രദീപ് വർമ്മയാണ് ഇതിനായി ചുമതലപ്പെടുത്തിയിരുന്നത്. പന്തളം രാജകുടുംബാംഗമാണ് പ്രദീപ് എന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചത്. പത്മകുമാറിനെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്നത് സംബന്ധിച്ച് വെള്ളിയാഴ്ച നടക്കുന്ന ജില്ലാ കമ്മിറ്റിയിൽ അഭിപ്രായം തേടും. ഇത് സംസ്ഥാന കമ്മിറ്റിയെ അറിയിക്കും. അവിടെയാണ് തീരുമാനമുണ്ടാകേണ്ടത്. കോഴഞ്ചേരി ഏരിയ സെക്രട്ടറിക്കെതിരെയും പാർട്ടി നേതൃത്വത്തിനെതിരെയും പരസ്യ പ്രതികരണം നടത്തിയ മുൻ MLA KC രാജഗോപാലിനോട് ജില്ലാ കമ്മിറ്റി വിശദീകരണം തേടും. അദ്ദേഹം മത്സരിച്ചത് തന്നെ ശരിയായില്ല എന്നും സെക്രട്ടേറിയറ്റിൽ അഭിപ്രായമുയർന്നു. പത്തനംതിട്ട ജില്ലയിൽ CPM-നെ നേരിട്ട തിരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് തന്നെ ശബരിമല സ്വർണ്ണക്കടത്ത് വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടിയതോടെ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാണ് ഉയർന്നിരിക്കുന്നത്. ഇതൊരു സാധാരണ തിരഞ്ഞെടുപ്പ് വിലയിരുത്തലല്ല. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണരീതിയെയും ശബരിമല വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാടുകളെയും തുറന്നു കാട്ടുന്ന പാർട്ടിക്കുള്ളിലെ അസ്വസ്ഥതകളുടെ പ്രതിഫലനമാണ്. ശബരിമല വിശ്വാസത്തിന്റെ കേന്ദ്രഭൂമിയായ പത്തനംതിട്ടയിൽ CPM പരാജയപ്പെടുമ്പോൾ അതിന് പിന്നിലെ കാരണങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ ചർച്ചയാകുന്നത് പിണറായി വിജയൻ നേരിടുന്ന രാഷ്ട്രീയ നൈതിക സമ്മർദ്ദത്തിന്റെ ശക്തി വ്യക്തമാക്കുന്നു. ശബരിമല വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച സമീപനം തുടക്കം മുതൽ തന്നെ വിവാദമായിരുന്നു. വിശ്വാസ സമൂഹത്തിന്റെ വികാരങ്ങളെ മാനിക്കാതെ നിയമഭരണാധികാരത്തിന്റെ പേരിലെടുത്ത തീരുമാനങ്ങൾ കേരള സമൂഹത്തെ രണ്ട് ഭാഗങ്ങളാക്കി. ആ പശ്ചാത്തലത്തിലാണ് ശബരിമലയിൽ നടന്നുവെന്ന് പറയപ്പെടുന്ന സ്വർണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ കൂടുതൽ ഗുരുതരമാകുന്നത്. ദേവസ്വം, ഭരണകൂടം, സുരക്ഷാ സംവിധാനങ്ങൾ എല്ലാം ചേർന്നിരിക്കുന്ന ഒരു പുണ്യസ്ഥലത്ത് ഇത്തരമൊരു ആരോപണം ഉയരുമ്പോൾ അതിന് ഉത്തരവാദിത്വം ആരുടേതെന്ന ചോദ്യം സ്വാഭാവികമായി ഉയരും. ആ ചോദ്യം ഇന്ന് പിണറായി വിജയന്റെ നേതൃത്വത്തിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ശബരിമല സ്വർണ്ണ കേസ് തിരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. CPM പോലുള്ള കർശന പാർട്ടി സംവിധാനത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇത്തരമൊരു വിമർശനം ഉയർത്തുമ്പോൾ അത് അടിഞ്ഞുകൂടിയ അസന്തോഷത്തിന്റെ തികട്ടലാണ് എന്ന് ഉറപ്പാണ്. ജനങ്ങൾക്ക് വിശ്വാസമില്ലാതായി. പാർട്ടി നിലപാടുകൾ വിശദീകരിക്കാൻ കഴിയാതെ പോയി. സർക്കാരിന്റെ മറുപടികൾ വിശ്വസനീയമായില്ല. ഇതൊക്കെയാണ് അടച്ച കഥകൾക്കുള്ളിൽ നടക്കുന്ന ചർച്ചകളിൽ ഉയരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ അവസ്ഥയിൽ പിണറായി വിജയനും പാർട്ടിക്കും പൊതുസമൂഹത്തിനും മറുപടി പറയേണ്ട ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ല. പൊതുജനങ്ങൾക്ക് മുന്നിൽ ഏറ്റവും ശക്തമായി ഉയരുന്ന ചോദ്യം സുതാര്യതയുടേതാണ്. ശബരിമലയെ പോലൊരു അതീവ സൂക്ഷ്മ വിഷയത്തിൽ ഏതൊരു ആരോപണവും ഉയർന്നാൽ അതിനെ തുറന്ന മനസ്സോടെ അന്വേഷിക്കണം. പക്ഷേ സർക്കാർ നിലപാട് പലപ്പോഴും പ്രതിരോധാത്മകമായതായും ചോദ്യങ്ങളെ അവഗണിക്കുന്നതായുമാണ് ജനങ്ങൾക്ക് തോന്നിയത്. എല്ലാം ഗൂഢാലോചന, രാഷ്ട്രീയ അജണ്ട, ഇത്തരമൊരു ഭാഷ കൊണ്ടൊന്നും ജനങ്ങളുടെ സംശയങ്ങൾ മാറുന്നില്ല. മറിച്ച് അധികാരത്തിന്റെ അഹങ്കാരമായി തന്നെ അത് വ്യാഖ്യാനിക്കപ്പെടുന്നു. അതാണ് പത്തനംതിട്ടയിലെ തിരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ പ്രതിഫലിച്ചതെന്ന് വിലയിരുത്തപ്പെടുന്നു. പിണറായി വിജയൻ ക്യാപ്റ്റൻ എന്ന ഇമേജിൽ അധികാരം കേന്ദ്രീകരിച്ച നേതാവാണ്. പക്ഷെ ശബരിമല വിഷയത്തിൽ ആ ഇമേജ് തന്നെ തിരിച്ചടിയായി. തീരുമാനം മുകളിൽ നിന്ന് മാത്രം ഇറങ്ങി വരും. താഴെ പാർട്ടി പ്രവർത്തകരെയും വിശ്വാസികളെയും കേൾക്കുന്നില്ല എന്ന തോന്നൽ ശക്തമായി. അതിന്റെ ഫലമായി സാധാരണ CPM വോട്ടുകൾ പോലും മാറിയെന്ന ആരോപണം പാർട്ടിക്കകത്ത് ഉയരുന്നുണ്ട്. ഒരു മുഖ്യമന്ത്രിക്ക് ഏറ്റവും അപകടകരമായ അവസ്ഥ ഇതാണ്. സ്വന്തം പാർട്ടിക്കാർ തന്നെ നേതൃത്വത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നത്. ശബരിമലയിൽ വിശ്വാസവും ഭരണവും സംശയത്തിന്റെ വലയിൽപ്പെട്ടപ്പോൾ ഭരണകൂടത്തിന്റെ വിശ്വാസ്യതയാണ് നഷ്ടമായത്. അതിനുമേൽ സ്വർണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വന്നപ്പോൾ പൊതുജന മനസ്സിൽ ഉറച്ച ചോദ്യങ്ങൾ, ആ സംശയമൊന്നും നീക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നത് ഇന്ന് പ്രതിപക്ഷം മാത്രമല്ല, പാർട്ടിയും ജനങ്ങളും ഒരുമിച്ചു തന്നെയാണ്. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ പിണറായി വിജയൻ രണ്ടു കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഒന്നാമത്, ശബരിമലയിൽ ഉയർന്ന എല്ലാ ആരോപണങ്ങളും സമഗ്രവും സുതാര്യവുമായ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടി വരും. രണ്ടാമത്, പാർട്ടിക്കുള്ളിലും സമൂഹത്തിനിടയിലും ഉണ്ടായ വിശ്വാസ വിള്ളൽ തുറന്ന സംഭാഷണത്തിലൂടെ പരിഹരിക്കേണ്ടിയും വരും. അധികാരത്തിന്റെ ശക്തി കൊണ്ട് ഇനി ചോദ്യങ്ങൾ അടിച്ചമർത്താനാവില്ല. ജനാധിപത്യത്തിൽ ചോദ്യങ്ങൾക്കുള്ള മറുപടികളാണ് നേതൃപാടവം നിർണ്ണയിക്കുന്നത്. പത്തനംതിട്ടയിലെ തിരഞ്ഞെടുപ്പ് ഫലം ഒരു മുന്നറിയിപ്പാണ്. ശബരിമല വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാടുകളും അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ കൈകാര്യം ചെയ്ത രീതിയും CPM-ന്റെ അടിസ്ഥാന വോട്ട് ബേസ് തന്നെ അകറ്റിയെന്ന പാർട്ടി തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു.
ഈ സാഹചര്യത്തിൽ പിണറായി വിജയൻ ചോദ്യം ചെയ്യപ്പെടുന്നത് വ്യക്തിപരമായ ആക്രമണമല്ല, ഭരണത്തിന്റെ ഉത്തരവാദിത്വം ആവശ്യപ്പെടുന്ന ജനാധിപത്യ നടപടിയാണ്. ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ തയ്യാറാകുമോ എന്നതാണ് ഇനി കേരളം കാത്തിരിക്കുന്നത്.